ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീൻ വറുത്തത് ഉണ്ടാക്കുമ്പോൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ തന്നെ വേണമെന്നില്ല, ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ മീൻ ഞാനിവിടെ 1 കിലോ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 8 ചെറിയ ഉള്ളി, പിന്നെ 8 വെളുത്തുള്ളി, ഇനി വേണ്ടത് ഇഞ്ചി ഒരു കഷ്ണം, 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്താൽ മതി. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം വാളൻപുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനകത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള അത്രയും വാളൻപുളി വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അതോടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്നും കൂടെ നോക്കാം, ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ വേണം ഇതിൽ നിൽക്കാനായിട്ട്, കാരണം നമ്മളിത് മീനിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് ഉപ്പിടുക. ഇനി ഇത് നേരെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മീനിൽ തീരെ വെള്ളമൊന്നും പാടില്ല. വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ അരച്ച മസാലയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് മീനിലത്തെ വെള്ളം കളഞ്ഞില്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. നമ്മൾ അരച്ച മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തേച്ച് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മീനിലേക്കൊക്കെ നല്ല പോലെ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് തലേദിവസം രാത്രി വേണമെങ്കിലും പുരട്ടി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും മീനിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. ഇനി വേണ്ടത് കറിവേപ്പിലയുടെ തണ്ടാണ്. ഞാനിവിടെ 2 കറിവേപ്പിലയുടെ തണ്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ച മീൻ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. മീനെല്ലാം നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് വലിയ പീസുകളാണ്. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മീൻ ശരിക്കും വെന്ത് കിട്ടത്തില്ല. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം ചട്ടിയുടെ ചൂട് നല്ലപോലെ ഉണ്ടായിരിക്കും. ഇനി ഇതേപോലെ അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾക്കിതൊന്ന് തുറന്നിട്ട് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ ഇതിവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. മീനൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇത് കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം മറ്റേ ഭാഗം കൂടെ വേവിച്ചെടുക്കാം. മീൻ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മീനെല്ലാം ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടില്ല, മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടെ നമ്മൾക്ക് കുക്ക് ചെയ്തെടുക്കാം. വേറൊരു കാര്യമുള്ളത്, എണ്ണ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ട് എണ്ണ കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അത് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഒന്നും കൂടെ നല്ല രീതിയിൽ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ മീനെല്ലാം പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. മീൻ വറുത്തത് എപ്പോഴും നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നല്ല ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ ഈ മീൻ വറുത്തത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൽ ഒഴിക്കാനായിട്ട് ഒരു രസം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. രസപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു രസമാണത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണിത്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്മീൻ മാത്രമല്ല, ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്